അപ്പോൾ നമ്മൾ സാധാരണ ഫാസിസം എന്ന് പറയുമ്പോൾ ഹിറ്റ്ലറുടെ നാസിസത്തെ പറ്റിയുള്ള കഥകൾ പറയും, അല്ലെങ്കിൽ മുസോളിനിയുടെ ഫാസിസത്തെ പറ്റിയുള്ള നിരവധി കഥകൾ പറയും, ഇവർ പരാജയപ്പെട്ട കഥ പറയും. പക്ഷേ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അതൊക്കെ കുറച്ച് കൊല്ലം നീണ്ടു നിന്നിട്ടുള്ളൂ. ഹിറ്റ്ലറും മുസോളിനിയൊക്കെ 10-15 കൊല്ലം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഈ 15 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അവർ ലോകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ലോക ചരിത്രത്തിൽ ഇടപെടുന്നു, ലോകഗതിയെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു, ഒക്കെ ശരി. പക്ഷേ ആകെ നോക്കുകയാണെങ്കിൽ 10-15 വർഷമേ ഈ പറയുന്ന ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ഒക്കെ ഭീതി ഇറ്റലിയിലും ജർമ്മനിയിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ. മാത്രമല്ല അവർ തുടച്ച് നീക്കപ്പെടുന്നത് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിനുള്ളിൽ നിന്നല്ല, മറിച്ച് യുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ്. 2ാം ലോക യുദ്ധത്തിലാണ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നത്, മുസോളിനി കൊല്ലപ്പെടുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരവധി സ്വേച്ഛാധിപതികൾ, യൂറോപ്യൻ സ്വേച്ഛാധിപതികളുടെ അന്ത്യം സംഭവിക്കുന്നത് മുഴുവൻ യുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ്. നമ്മുടെ പ്രശ്നം അതല്ല. നമ്മുടെ പ്രശ്നം 2 പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മളെ ഭരിക്കുന്ന ഈ ഫാസിസ്റ്റുകൾക്ക് 100 വയസ്സ്. നവീനോടെ പറയുണ്ടായിരുന്നു RSS രൂപീകരിച്ചത് 1925 എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം 2025 അതിന് 100 വർഷം ആവുകയാണ്. ഇതിനു മുമ്പ് ഇതിൻ്റെ മാനിഫെസ്റ്റോ ഇറങ്ങുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുത്വ ഫാസിസത്തിൽ നമ്മൾ ഇന്ന് പറയുന്ന മതാധിഷ്ഠിത ദേശീയ ഫാസിസം എന്നൊക്കെ പറയുന്ന സംഗതിയുടെ മാനിഫെസ്റ്റോ ഇറങ്ങുന്നത് 1923 VD സവർക്കറുടെ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങുന്നത് 1923 എന്ന് പറഞ്ഞാൽ അത് 101 വർഷം ഇപ്പോൾ ഈ വർഷം ആയപ്പോയി. അപ്പം നമ്മൾ നേരിടുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ നേരിടുന്ന ഫാസിസം, നമ്മൾ നേരിടുന്ന ഈ മതാധിഷ്ഠിത ദേശീയ ഫാസിസം എന്നൊക്കെ പറയുന്നത് അത് ഹിറ്റ്ലറേക്കാൾ പഴക്കമേറിയതാണ്, മുസോളിനിയേക്കാൾ പഴക്കമേറിയതാണ്. 100 വർഷം പഴക്കമുള്ള, 100 വർഷം അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ നേരിടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാസ്ക് കുറേയും കൂടി ബുദ്ധിമുട്ടേറിയ, ദുഷ്കരമായിട്ടുള്ളതാണ്. മാത്രമല്ല നമുക്കിതിനെ നേരിടേണ്ടത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ഉള്ളിൽ വെച്ചാണ്. ഭരണഘടന ഏറ്റവും വലിയ മൂല്യമായി നൽകിയ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെ അങ്ങേയറ്റം നിസ്തേജമാക്കിയിട്ടാണ് ഈ പറയുന്ന ഫാസിസ്റ്റുകൾ മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ ചലനാത്മകമാക്കുക എന്ന് പറയുന്ന വലിയ പ്രക്രിയ നമ്മൾ തുടങ്ങി വെക്കണം. അതിലൂടെ മാത്രമേ ഇവരെ തൂത്തെറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ചർച്ച എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അക്കാഡമിക് വിഷയത്തെക്കുറിച്ചുള്ള ഡിബേറ്റ് അല്ല, നമ്മുടെ തന്നെ അനുഭവത്തെ നോക്കിക്കാണാനും അതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത് എന്ന ആശയം പറയാനുമാണ്. അങ്ങനെ പറയുമ്പോൾ 1948 ഫെബ്രുവരി 4 RSS നിരോധിക്കപ്പെട്ടു. നമുക്ക് ചരിത്രം നോക്കിയാൽ അറിയാം. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടി, ഓഗസ്റ്റ് മാസത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നു, ഫെബ്രുവരിയിൽ RSS നിരോധിക്കപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംഘടന നിരോധിക്കപ്പെടുന്നത് RSS ആണ്. ഫെബ്രുവരി 4 നിരോധിക്കപ്പെടുന്നത് ആഭ്യന്തരമന്ത്രി അന്ന് സർദാർ പട്ടേലായിരുന്നു. സർദാർ പട്ടേൽ ഇറക്കിയ കമ്മ്യൂണിക്കെ ഇന്നും നമ്മുടെ ആർക്കൈവിൽ ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ എടുത്ത മൊബൈൽ ഫോൺ എടുത്ത് സെർച്ച് ചെയ്താൽ ആ കമ്മ്യൂണിക്കെ നമുക്ക് ലഭ്യമാണ്. അതിൽ പറയുന്നത് ഇത് ഒരു രഹസ്യ സംഘടന എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള കലാപങ്ങളും വിവിധ തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാക്കുന്ന ഒരു സംഘടനയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിരോധിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ട് അന്ന് നമ്മുടെ ഒരു സിസ്റ്റം ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇന്നത്തെ പോലത്തെ സംസ്ഥാനവും കേന്ദ്രവും അങ്ങനെയുള്ളൊരു സംഗതിയൊന്നും ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഭരണഘടന ഉണ്ടായിട്ടില്ല. ഭരണഘടനയുടെ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 46 അസംബ്ലി ഉണ്ടായി. അതായത് ബ്രിട്ടീഷുകാർ പോകുന്നതിന് മുമ്പ് തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപം നൽകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഭരണഘടന നിലവിൽ വന്നിട്ടില്ല, ഒരു സിസ്റ്റവും നിലവിൽ വന്നിട്ടില്ല, തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ആദ്യത്തെ സർവകക്ഷി മന്ത്രിസഭയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഈ സർവകക്ഷി മന്ത്രിസഭയിൽ ഒരുപാട് പാർട്ടികൾ അംഗമായിട്ടുണ്ട്. നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി, പട്ടേലായിരുന്നു ആഭ്യന്തരമന്ത്രി. ഇതുപോലെ തന്നെ SC/ST ഫെഡറേഷനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ അംബേദ്കർ നിയമമന്ത്രിയായിട്ട് ആ മന്ത്രിസഭയിലുണ്ട്. സിഖുകാരെ പ്രതിനിധീകരിച്ച് പാന്തിക് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ബൽദേവ് സിംഗ് ആ മന്ത്രിസഭയിലുണ്ട്. ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചും ഒരു മന്ത്രി ആ മന്ത്രിസഭയിലുണ്ട്. ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്ന പിൽക്കാലത്ത് ജനസംഘത്തിൻ്റെയൊക്കെ നേതാവായി തീർന്ന ശ്യാമപ്രസാദ് മുഖർജിയും ആ മന്ത്രിസഭയിലുണ്ട്. എന്ന് പറഞ്ഞാൽ സർവകക്ഷി മന്ത്രിസഭയാണ്.
ഈ കക്ഷി എന്ന് പറഞ്ഞ ശ്യാമപ്രസാദ് മുഖർജി ഈ ഹിന്ദു ഫാസിസ്റ്റുകളെ പ്രതിനിധീകരിക്കുന്ന ആൾ അംഗമായിട്ടുള്ള മന്ത്രിസഭ തന്നെയാണ് ഈ RSSനെ നിരോധിക്കുന്നതെന്ന് ഓർക്കണം. ഫെബ്രുവരി 4 നിരോധിച്ചു. ഈ നിരോധനം നീക്കാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ട്, കത്തടപാടുകൾ നടത്തുന്നുണ്ട്, പട്ടേലിനെ പോയി കാണുന്നുണ്ട്, പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ശ്രമങ്ങളുടെ രേഖകളിൽ കൂടിയൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരെ നിരോധിച്ചത് എന്തിനാണെന്നുള്ള കാര്യം വ്യക്തമാക്കും. ഒന്ന്, ഇവര് ത്രിവർണ പതാകയെ അംഗീകരിച്ചിട്ടില്ലെന്ന്. നമ്മുടെ ഇന്ത്യൻ കൊടി എന്ന് പറയുന്ന, ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറയുന്ന ഈ ത്രിവർണ പതാകയെ, മുവർണ കൊടിയെ RSS അംഗീകരിച്ചിട്ടില്ല. ഒന്ന്. രണ്ട്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ചർച്ചകൾ വെച്ചിട്ടുണ്ടാകാൻ പോകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർ മുൻകൂർ കാണുന്നുണ്ട്. അതിനെയും അവർ അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നമ്മൾ ഇന്ന് ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ അംഗീകരിക്കുന്നില്ല. ഇവർ ത്രിവർണ പതാകയ്ക്ക് പകരം മുന്നോട്ട് വെച്ചത് കാവി കൊടിയാണ്. ഭഗധ്വജം എന്ന് പറയുന്ന ശിവജിയുടെ കൊടി ആണ് ഇന്ത്യൻ പതാകയാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പം നിരോധിച്ചപ്പോൾ കത്തടപാടുകൾ നടത്തുന്നു. കത്തടപാടുകൾ നടത്തുമ്പോൾ ആദ്യം ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ നിരോധനം പിൻവലിക്കണം. ആദ്യം 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ ത്രിവർണ പതാകയെ അംഗീകരിക്കണം. ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ വലിയ സിറ്റികളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക വലിയ ത്രിവർണ പതാകകൾ ഏത് സമയത്തും പാറിക്കൊണ്ടിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ദേശീയതയുടെ വ്യക്താക്കളായിട്ട് ഞങ്ങളാണ് എന്ന് നിരന്തരം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഈ ത്രിവർണ പതാക തെരഞ്ഞെടുത്ത സമയത്ത് അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. 2, ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ചിട്ടില്ല. അപ്പം ഇത് 2 അംഗീകരിക്കണം എന്ന് പറയുന്നു, ഇത് 2 അംഗീകരിക്കാമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഗവൺമെൻറ് നിരോധനം പിൻവലിക്കുന്നില്ല. ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾക്കൊരു ജനാധിപത്യ സ്വഭാവം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു രഹസ്യ സംഘടനയാണ് യഥാർത്ഥത്തിൽ. ഒരു അംഗത്വ രജിസ്റ്ററും ഇല്ല, ആരൊക്കെ അംഗമാണെന്ന് പറയാൻ പറ്റില്ല. അതിൽ ഇപ്പം ബാക്കി സംഘടനകളൊക്കെ ആകുമ്പോൾ അതിന് ചില ഔദ്യോഗിക സംവിധാനങ്ങൾ, പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. ഇതിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ആരാണ് ഇതിൻ്റെ തലവൻ? ഒരാളെ തലവനായിട്ട് പറയാമെങ്കിൽ സർസംഘചാലകത്തൊക്കെ വിളിക്കാവുന്ന, ബാക്കി ആരാണ് ഓഫീസ് ബെയറേഴ്സ്, ആരാണ് ഭാരവാഹികൾ, ഇതൊന്നും അറിയില്ല. അംഗത്വ രജിസ്റ്റർ ഇല്ല. അതുകൊണ്ടാണ് ഈ ഗോഡ്സെയുടെ കാര്യത്തിലൊക്കെ ഈ ഇപ്പോഴത്തെ വലിയ സംവാദങ്ങളൊക്കെ നടക്കുന്നത്. ഞങ്ങൾ RSSകാരൻ ആയിരുന്നില്ല ഗോഡ്സെ എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം അതുകൊണ്ടാണ്. RSSൽ ആരാണ് അംഗമെന്നോ ആർക്കും അറിയില്ല. ആ സമയത്ത് ആർക്കും അംഗത്വ കാർഡില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? നമുക്കാകെ ഇന്ന് പറയാൻ പറ്റുക ഗോഡ്സെ കോടതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗോഡ്സെ പറഞ്ഞ് ഞാൻ RSSകാരനായിരുന്നു എന്ന് പറയുന്നുണ്ട് കോടതി മൊഴിയിൽ. ഇവർ തന്നെ കൊണ്ട് നടക്കുന്ന വൈ ഐ കിൽഡ് ഗാന്ധി എന്ന് പറയുന്ന ലഘുലേഖയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഗാന്ധിയെ കൊന്നത് എന്ന് പറയുന്ന ഭാഗത്ത്, തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഗോഡ്സെ പറയുന്നുണ്ട് ഞാൻ RSSകാരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നിരോധനം നടന്ന RSSൻ്റെ നിരോധനം നടന്ന സമയത്താണ് ഗോഡ്സെയുടെ വിചാരണ നടക്കുന്നത്. ഈ ഗാന്ധിവധത്തിനെ തുടർന്നാണ് ഈ നിരോധനം വരുന്നത്. ഈ പറയുന്ന ഗാന്ധിവധത്തിന് ഉള്ള സാഹചര്യം ഒരുക്കി എന്നുള്ള പേരിലാണ് RSSനെ നിരോധിക്കുന്നത്. ആ സമയത്ത് ഗോഡ്സെയുടെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ RSS ഇപ്പോൾ തന്നെ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ കുഴപ്പത്തിൽ ചാടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഗോഡ്സെ ഞാൻ RSS ആയിരുന്നു ഇപ്പോൾ അല്ല എന്നുള്ള പ്രസ്താവന കൊടുക്കുന്നത്. പിൽക്കാലത്ത് അതേ കേസിൽ പ്രതിയായിരുന്ന ഗോപാൽ ഗോഡ്സെ ശിക്ഷയൊക്കെ പൂർത്തിയാക്കി പുറത്തു വന്ന് പൂനെയിൽ താമസിക്കുമ്പോൾ അന്ന് ഫ്രണ്ട് ലൈനിൽ ഒരു ഇൻ്റർവ്യൂ വരികയുണ്ടായി, ഗോഡ്സെയുടെ ഇൻ്റർവ്യൂ വരികയുണ്ടായി. അന്ന് ആ സമയത്ത് ഈ BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ സമയത്താണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഗോപാൽ ഗോഡ്സെ ഈ അരവിന്ദ് രാജഗോപാൽ എന്ന് പറയുന്ന ജേർണലിസ്റ്റിനാണ് ആ ഇൻ്റർവ്യൂ കൊടുത്തത്. അരവിന്ദ് രാജഗോപാലിനോട് പറയുന്നുണ്ട്, ഞാനും എൻ്റെ 4 സഹോദരന്മാരും, ഗോഡ്സെ ഈ നാഥറാം ഗോഡ്സെ മാത്രമല്ല ഗോപാൽ ഗോഡ്സെ എന്ന് പറയുന്ന ഞാനും ഞങ്ങളുടെ സഹോദരങ്ങളായ ദത്താത്രേയ ഗോഡ്സെയും ഗോവിന്ദ് ഗോഡ്സെയും ഈ 4 സഹോദരന്മാരും സ്വന്തം വീട്ടിൽ എന്നതിനേക്കാൾ ശാഖയിലാണ് കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബം തന്നെ അതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നത്തെ അത് അംഗീകരിക്കാൻ പറ്റാത്ത അന്നത്തെ നേതൃത്വത്തിനെ അദ്ദേഹം ചീത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ RSSനെ രക്ഷിച്ചെടുക്കാനാണ് ഞാൻ RSSകാരനായിരുന്നു ഉള്ള ഒരു പ്രസ്താവന കൊടുക്കുന്നത്, അല്ലാതെ ഇപ്പോൾ RSS അല്ലാന്നുള്ള പ്രസ്താവന കൊടുക്കുന്നത്. ഇത് നമുക്ക് നോക്കാൻ നിവൃത്തിയില്ല. കാരണം RSSന് ഒരു അംഗത്വ രജിസ്റ്റർ ഇല്ല.
അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആവണമെങ്കിൽ നിങ്ങൾക്കൊരു ഭരണഘടന ഉണ്ടാക്കണം, നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കണം. അങ്ങനെ ആണ് പിൽക്കാലത്തെ സർസംഘചാലക്കായി തീർന്ന അന്ന് ഗോൾവാൾക്കറാണ്, MS ഗോൾവാൾക്കറാണ് സർസംഘചാലക്ക്. പിന്നീട് സർസംഘചാലക്കാവുന്നത് ബാലാസാഹിബ് ദേവറസ് ആണ്. ഈ ദേവറസിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു ഭരണഘടനയൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് നിരോധനം പിൻവലിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1.5 വർഷം നിരോധനത്തിൽ പോയ സംഘടനയാണ്. ആ നിരോധനത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ച അതിലെ പ്രധാനപ്പെട്ട കാരണം അത് ഇന്ത്യയിലെ ഈ മതേതര ഭരണഘടനയെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ബഹുസ്വരതയെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ പതാകയെയും അംഗീകരിക്കാതെ നിന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ നിരോധനം നേരിടേണ്ടി വന്നത്. ഇവരാണ് ഇന്ന് തിരിച്ചു വന്നിട്ട് നമ്മളോട് ദേശീയതയെ പറ്റിയും നമ്മളോട് രാജ്യസ്നേഹത്തെ പറ്റിയും നമ്മളോട് ദേശഭക്തിയെ പറ്റിയൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വൈരുദ്ധ്യം നമ്മൾക്ക് തുറന്നു കാണിക്കാൻ സാധിക്കണം. അതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം തുറന്നു കാണിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉദാസീനതയിൽ പെട്ടുപോയി. നമ്മൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സെക്യുലറിസം പരിപാലിക്കേണ്ട എല്ലാ തരത്തിലുള്ള സംഘടനകളും ജനങ്ങളും ഒക്കെ ഒരു ഘട്ടത്തിൽ ഉദാസീനതയിലേക്ക് പോയി. അത് പോവാനൊരു കാരണമുണ്ട്. ഈ പറയുന്ന നിരോധനം, നിരവധി പ്രശ്നങ്ങൾ, ഗാന്ധിവധം, അതിലെ ഇവരുടെ പങ്ക്, അതൊക്കെ ഇന്ത്യയിൽ ചർച്ച ചെയ്യുകയും ആദ്യത്തെ തെരഞ്ഞെടുപ്പാകുമ്പോൾ 51-52 കാലത്താണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഈ ശക്തികൾ അപ്പാടെ തൂത്തുമാറ്റപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ചിരുന്നത് ഇന്ത്യയിലെ വലിയൊരു ശക്തിയായിട്ട് തീരുന്നതാണ്. ഗാന്ധിയുടെ വധം നടക്കുന്നത് വരെ അവരുടെ വിചാരം ഒന്നുകിൽ ഞങ്ങൾ ഇന്ത്യയെ പിടിച്ചെടുക്കും, ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പോകുന്നതിന് മുമ്പേ തന്നെ പിടിച്ചെടുത്ത് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്ന് പറയുന്നതായിരുന്നു അവരുടെ ആദ്യത്തെ പ്ലാൻ എ എന്ന് പറയുന്നത്. അത് നടക്കാതെ പോയത് ഗാന്ധിയുടെ അവസാനത്തെ സത്യാഗ്രഹം ജനുവരി 13 മുതൽ 18 വരെയുള്ള 5 ദിവസത്തെ നിരാഹാരവും അതേ തുടർന്നുള്ള ഗാന്ധി വധവും ഒക്കെ കാരണമാണ്. ഇവർ വിചാരിച്ച ഗാന്ധിയെ ലീഡേഴ്സിനെയൊക്കെ തുടച്ച് നീക്കി കഴിഞ്ഞാൽ തങ്ങളുടെ കയ്യിൽ ഇന്ത്യ എത്തും എന്നുള്ളതായിരുന്നു വിചാരം. എന്ന് പറഞ്ഞാൽ ഭരണഘടന ഉണ്ടാവുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ പിടിച്ചെടുക്കുക. അവരുടെ മുന്നിൽ ഒരു സുവർണാവസരം ഉണ്ടായി. കാരണം ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടായി, ഇന്ത്യയിൽ നിന്ന് പിളർന്നിട്ട് പാകിസ്ഥാൻ ഉണ്ടായി. അത് മതാധിഷ്ഠിത രാജ്യമാണ്. അപ്പോൾ ഒരു സെക്യുലർ രാജ്യത്തിൽ നിന്ന് ഒരു മതാധിഷ്ഠിത രാജ്യം, ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി ഹിന്ദുസ്ഥാനാണ്, ഹിന്ദു റിപ്പബ്ലിക് ആണെന്ന് പറയുന്ന പൊളിറ്റിക്കൽ കോയിൻ വളരെ എളുപ്പത്തിൽ ചെലവഴിക്കാൻ കഴിയുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ ഗാന്ധി മരിച്ചതോടെ ഇത് മുഴുവൻ കയ്യിൽ നിന്ന് പോയി. ഗാന്ധി മരിച്ചതോടെ ഇവർ പിക്ചറിലില്ലാതായി, ഇവർ ജനശത്രുക്കളായി. ഇവർ വിചാരിച്ചത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അവർ വിചാരിക്കുന്ന മുഖ്യ പ്രതിപക്ഷമെങ്കിലും ആവുന്നതാണ്. പക്ഷെ ആകെ കിട്ടിയത് സവർക്കറുടെ ഹിന്ദു മഹാസഭയ്ക്ക് ആകെ കിട്ടിയത് 3 സീറ്റാണ്. സവർക്കർക്ക് മത്സരിക്കാൻ പറ്റിയില്ല. 51-52 കാലഘട്ടത്തിൽ ഈ ഇലക്ഷന് നിൽക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാരണവും നമ്മൾ പഠിച്ചിരിക്കണം. സവർക്കർ നിരവധി മാപ്പ് എഴുതി കൊടുത്ത കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്ന്, ബ്രിട്ടീഷുകാർ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയപ്പോൾ നിരന്തരമായി 6 മാപ്പ് ഞാൻ ആ പുസ്തകത്തിൽ തർജ്ജമ ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഈ നിരവധി മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് പുറത്തു വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഗാന്ധിവധത്തിൽ പിടിക്കപ്പെടുന്നുണ്ട്. ഗാന്ധിവധത്തിൽ 48 ഫെബ്രുവരി 5-ന് സവർക്കർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. സവർക്കർ അറസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോഴും ഒരു കത്തെഴുതുന്നുണ്ട്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് സവർക്കർ കത്തെഴുതുന്നുണ്ട്, എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. സവർക്കർ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കോടതി തെളിവില്ല എന്ന് പറഞ്ഞിട്ട് സവർക്കറെ വിമുക്തനാക്കി, ഗാന്ധിവധത്തിൽ നിന്ന് വിമുക്തനാക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ അങ്ങനെ വിമുക്തനാക്കിയില്ല. ജനങ്ങൾ അന്ന് 1000-ഓളം വരുന്നൊരു ജനക്കൂട്ടം സവർക്കറുടെ വസതി ആക്രമിക്കാൻ വരുന്നതൊക്കെ നമ്മൾ ഈ രേഖയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 1000-ഓളം വരുന്നൊരു ജനക്കൂട്ടം ഈ ഗാന്ധിവധത്തിൽ ഇദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് എന്ന് അവരുടെ ബോധ്യം കൊണ്ട് ഈ സവർക്കർ സദൻ എന്ന് പറയുന്നെന്ന് ബോംബെയിൽ പോയി കഴിഞ്ഞാൽ ഈ സവർക്കർ സദനൊക്കെ വലിയ കേന്ദ്രങ്ങളായി. ഇപ്പൊ വിചാരിക്കും നമ്മൾ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു സ്മാരകം എന്നുള്ള നിലയിൽ ഈ ഗവൺമെന്റിന്റെ കീഴിൽ അത് മാറി. സവർക്കറുടെ വലിയ പ്രതിമയൊക്കെ വെച്ചിട്ട് വലിയ ആരാധിക്കേണ്ട ഒരു സ്ഥലമായി തീർന്നു. പക്ഷെ 48-ൽ ജനങ്ങൾ വിചാരിച്ചു ഇത് ആരാധിക്കേണ്ട സ്ഥലമല്ല, ഇത് ജനശത്രുവിന്റെ സ്ഥലമാണ്, അതുകൊണ്ട് ഇത് തകർത്ത് കളയാം എന്ന മട്ടിലാണ് ജനങ്ങൾ ആക്രമിക്കാൻ വരുന്നത്.
അന്ന് ജിമ്മി നാഗർവാല എന്ന് പറയുന്ന പോലീസുകാരനാണ് ഇയാളെ രക്ഷിക്കുന്നത്, ഇയാളുടെ ഈ വീടിനെയും രക്ഷിക്കുന്നത്. അപ്പൊ സവർക്കർക്ക് അതൊക്കെ കഴിഞ്ഞു, അങ്ങനെ വിസ്മൃതിയിലായി. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്രയ്ക്കും അൺപോപ്പുലർ ആയിട്ട് നിൽക്കുകയാണ്. ഒരാൾക്കും കണ്ണിന് നേരെ കാണാത്ത ഒരാളായി ജനശത്രുവായിട്ട് സവർക്കർ മാറുകയാണ്. അപ്പോഴാണ് പുതിയ ഇലക്ഷൻ വരുന്നത്. ആ സമയത്ത് 1950 അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ലിയാഖത്ത് അലി ഖാനും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും കൂടിയിട്ട് ഒരു സന്ധി സംഭാഷണം വെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ അവർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പിന്നീട് പിൽക്കാലത്ത് നെഹ്റു ലിയാഖത്ത് പാക്ട് എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടതാണ്. ഇതിനെ തുരങ്കം വെക്കാൻ സവർക്കർ ശ്രമിക്കുകയുണ്ടായി. ഈ പറയുന്ന വീണ്ടും തിരിച്ചു വരാനായി സവർക്കർ ശ്രമിക്കുകയുണ്ടായി. സവർക്കർ ഈ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന എന്നും തൻ്റെ കയ്യിലുള്ള ഈ വെറുപ്പ് പ്രചരിപ്പിക്കാനുള്ള ഈ ഉപകരണം, രാഷ്ട്രീയ ഉപകരണം എടുത്ത് വീശി ഈ മുസ്ലിങ്ങൾക്ക് കളവിലും കൂടുതൽ ഇന്ത്യയിൽ പ്രാതിനിധ്യം കൊടുക്കുന്നു, അവർക്ക് കൂടുതൽ സംഗതികൾ പ്രദാനം ചെയ്യുന്നു സർക്കാർ എന്നൊക്കെ പറയുന്ന സംഗതികൾ വീണ്ടും എടുത്ത് വീശാൻ തുടങ്ങി. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തുണ്ടായി. കാരണം പാക്ടിൻ്റെ ഈ സന്ധി സംഭാഷണം നടക്കുകയാണ്, അതിനെ തുരങ്കം വെക്കാനുള്ള ഒരു ശ്രമം ആണ് സവർക്കർ നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് ആണ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് ചെയ്യുമ്പോഴും അപ്പോഴും മാപ്പ് എഴുതും. ഈ മാപ്പ് എഴുതുന്നത് ഇങ്ങനെയാണ്: ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാം, നിങ്ങൾ പറയുന്നവരെ. ബ്രിട്ടീഷുകാരോട് പറഞ്ഞത് അതാണ്, ഗാന്ധിയുടെ വധത്തിൽ പിടിച്ചപ്പോൾ പറഞ്ഞത് അതാണ്, ഇത് കഴിഞ്ഞിട്ട് ഈ 50 പറയുന്നതാണ്. 51, 52 ഇലക്ഷൻ വരുന്നത്. അപ്പൊ കോടതി ചോദിച്ചു, കോടതി ജാമ്യം എടുക്കാൻ വന്നപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുക, അതായത് ഞാൻ മാറി നിൽക്കാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെ നിശ്ചയിച്ചോളം പറയാണ്, നിങ്ങൾ എന്നെ നിശ്ചയിക്കുക. അപ്പൊ അന്ന് സവർക്കർ എഴുതി കൊടുക്കും, 1 വർഷം അല്ലെങ്കിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഞാൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞ് സ്വമേധയാ കൊടുത്ത സത്യവാങ്മൂലത്തിന് പുറത്താണ് ജാമ്യം കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 51, 52 ആദ്യത്തെ ഇലക്ഷന് മത്സരിക്കാൻ പറ്റിയില്ല സവർക്കർക്ക്. അപ്പോൾ സവർക്കറുടെ ഹിന്ദു മഹാസഭയ്ക്കും അതുപോലെ തന്നെ ആ സമയത്തുണ്ടാക്കിയ ഭാരതീയ ജനസംഘ RSSന്റെ നേതൃത്വത്തിൽ ഈ ഗാന്ധിവധം കഴിഞ്ഞപ്പോൾ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന പാർട്ടി ജനശത്രുക്കളുടെ പാർട്ടിയായി തീർന്നു എന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇമേജ് ജനങ്ങൾക്കുള്ളിൽ ഉണ്ടായി എന്ന് കണ്ടപ്പോൾ RSSന്റെ മുൻകൈയിൽ പുതിയൊരു ഹിന്ദു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയുണ്ടായി, ഹിന്ദു ഫാസിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ ചർച്ച നടക്കുമ്പോൾ, ശ്യാമപ്രസാദ് മുഖർജിയാണ് അതിൻ്റെ നേതൃത്വത്തിൽ വന്നത്. അതിൻ്റെ ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം കാണാൻ പറ്റും. ഈ ചർച്ച നടക്കുമ്പോൾ പറയുന്നത്, നമ്മൾ ഹിന്ദുക്കളുടെ പാർട്ടിയാണ്, ഹിന്ദു ഭരണത്തിന് വേണ്ടിയുള്ള പാർട്ടിയാണ്, ഹിന്ദു മത ദേശീയതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ പാർട്ടിയിൽ ഹിന്ദു എന്ന് ചേർക്കാൻ പാടില്ല, കാരണം ജനങ്ങൾ ഓടിച്ചിട്ട് തല്ലും, കാരണം ഹിന്ദു മഹാസഭ അത്ര വെറുക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവർ ഭാരതീയ ജനസംഘ് എന്ന് പേരിടുന്നത്, പുതിയ പാർട്ടിക്ക് ഭാരതീയ ജനസംഘ് എന്ന് പേരിടുന്നത്. ഇത് പിന്നീട് 77 ജനതാ പാർട്ടിയിൽ ലയിക്കും. പിന്നീട് പുറത്തു വന്നാണ് ഈ BJP എന്ന് പറയുന്ന ഈ സംഘടന എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷനെ നേരിടുന്നത് ഒന്ന് ഹിന്ദു മഹാസഭ നിൽക്കുന്നുണ്ട്, പുതിയ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട്, വേറൊരു പാർട്ടി സന്യാസിമാരുടെ, ഇപ്പോൾ ഈ യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറയുന്ന പോലെ അന്നും കുറേ സന്യാസിമാർ രാഷ്ട്രീയത്തിൽ, ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി ഇടപെട്ടിരുന്നു. കർപ്പത്രി രാജ് എന്ന് പറയുന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള രാമരാജ്യ പരിഷത്തുമുണ്ട്. ഈ 3 പാർട്ടികൾക്കും കൂടി 9 സീറ്റ് കിട്ടിയുള്ളൂ. ആദ്യത്തെ ഇലക്ഷനിൽ ഈ 3 പാർട്ടികൾക്ക് കൂടി, 3 ഹിന്ദുത്വ പാർട്ടികൾക്കും കൂടി കിട്ടിയ സീറ്റ് എന്ന് പറയുന്ന 9 സീറ്റാണ്. അവർ ഭരിക്കുന്നു വിചാരിച്ചാണ് ഒരു ഘട്ടത്തിൽ പിടിച്ചെടുക്കാൻ നോക്കിയതാണ്. മുഖ്യ പ്രതിപക്ഷമെങ്കിലും ആവുമെന്ന് വിചാരിച്ച പാർട്ടിക്ക് 9 സീറ്റാണ്. ഇതോടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സെക്യുലർ പാർട്ടികൾ മുഴുവൻ ഇവരെഴുതി തള്ളി. ഇനി ഒരു കേന്ദ്ര സ്ഥാനത്തേക്ക്, രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്തേക്ക് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ ഗാന്ധിവധം എങ്ങനെ നടന്നു, RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു, എന്തുകൊണ്ടാണ് ഗോൾവാൾക്കറെ പിടിച്ച് അറസ്റ്റ് ചെയ്തത്, എപ്പോഴാണ് സവർക്കർ പ്രതിയായത്, അല്ലെങ്കിൽ ഗാന്ധിവധത്തിന്റെ ഗൂഢാലോചന അന്വേഷിക്കാൻ നിയുക്തമായ കപൂർ കമ്മീഷനിൽ ആരെയൊക്കെയാണ് കുറ്റക്കാരായി കണ്ടിട്ടുള്ളത്, ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ പോയി.
ഇത് യഥാർത്ഥത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം ഗാന്ധി പോലെ വളരെ അത്ര സർവാദരണീയനായ ഒരു വ്യക്തിയെ വെടിവെച്ച് കൊന്ന ആളുകൾ ആരാന്ന് ഇന്നുപോലും നമുക്കറിയില്ല. നമ്മൾ ഒരു കുട്ടിയെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഗാന്ധിയെ കൊന്നത് ആരാന്ന് എന്നുള്ളതിന് ഉത്തരം കിട്ടും, ഗോഡ്സെയാണ് കൊന്നത്. ആരാ ഗോഡ്സെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മതഭ്രാന്തൻ. അവിടെ തീരും, അവിടെ തീരുവാ ഉത്തരം. അതിനപ്പുറത്തേക്ക് ഈ കുട്ടിക്കും അറിവില്ല, നമ്മുടെ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും അറിവില്ല. ഈ അറിവില്ലായ്മ ഉണ്ടായത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹിന്ദു ഫാസിസത്തിന് 100 വർഷത്തിനുള്ളിൽ വീണ്ടും തിരിച്ചു വരാനും അധികാരത്തിലേറാനും കഴിഞ്ഞത്. ഇത് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു കുന്തമനം മാത്രമായിരുന്നു. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിരുന്നു. ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ മുഴുവൻ ഹിന്ദു ഫാസിസ്റ്റുകളാണ്. ഈ ഗൂഢാലോചനയ്ക്ക് ഉപയോഗിച്ച കേന്ദ്രങ്ങൾ മുഴുവൻ ഹിന്ദു മഹാസഭയുടെ ഓഫീസുകളാണ്. ഇതെല്ലാം വ്യക്തമായി നമ്മുടെ കയ്യിലുണ്ടായിട്ടും 80കൾ വരെ, ഏതാണ്ട് 80കൾ വരെ ഈ രേഖയൊന്നും പബ്ലിക് ഡൊമൈനിൽ കൊണ്ടിട്ടില്ല. ഇതൊന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചില്ല. പകരം പഠിപ്പിച്ചത് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു മതഭ്രാന്തൻ ഗാന്ധിയെ വെടിവെച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഭ്രാന്ത് കയറിയിട്ട് പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭത്തിൽ ചെയ്തതാണ്, തോക്കെടുത്ത് വെടിവെച്ചു കൊന്നതാണെന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു നരേറ്റീവ് നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിൽ പടരുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സവർക്കർ കൊണ്ടുവന്ന, സവർക്കർ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിൽ കൊണ്ടുവന്ന മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു ദർശനം, അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാണ്. ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഭരണഘടന തിരുത്തിയിട്ടല്ല, നമ്മുടെ ഭരണഘടനയെ മാറ്റിമറിച്ചിട്ടല്ല, അതിന് പകരം മറ്റൊരു തരത്തിൽ ഈ ഭരണഘടനയെ നിർവീര്യമാക്കി നിഷ്ക്രിയമാക്കിയിട്ടാണ്. ഈ ഒറ്റ കാര്യം ഞാൻ പറയാം. എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സങ്കല്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 2 സങ്കല്പമാണ് പറയുന്നത്. ഒന്ന് രാജ്യത്തെ പറ്റിയുള്ള സങ്കല്പം. രാജ്യത്തെ പറ്റിയുള്ള സങ്കല്പം എന്ന് പറഞ്ഞാൽ ഹിന്ദു രാജ്യം എന്താണ്, ഹിന്ദു രാജ്യം എവിടം തൊട്ട് എവിടം വരെയാണ്. ഇതാണ് ആദ്യത്തെ കാര്യം അതിൽ പറയുന്നത്. അതിൽ സവർക്കർ പറയുന്നത് സിന്ധു നദി മുതൽ സിന്ധു വരെ, സിന്ധു മുതൽ സിന്ധു വരെ. രണ്ടാമത്തെ സിന്ധു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രം. അതിനെ സംസ്കൃതത്തിൽ സിന്ധു സമുദ്രം എന്ന് പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സിന്ധു എന്ന് പറയുന്നതിൻ്റെ പര്യായമായി സമുദ്രം എന്നുള്ളത് കൊണ്ട്, മുകളിൽ കാണുന്ന നമ്മുടെ മാപ്പിൽ ഇന്നത് പാകിസ്ഥാനിലാണ്, സിന്ധു നദി മുതൽ താഴെ ഈ സിന്ധു സമുദ്രം വരെയുള്ള ഭാഗമാണ്, ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഭാഗം. ഇതാണ് ഹിന്ദുസ്ഥാൻ്റെ രാജ്യം. ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഹിന്ദു രാജ്യത്തിൻ്റെ മണ്ണെന്ന് പറയുന്നത് അതാണെന്ന് ഡിഫൈൻ ചെയ്യാണ്. ഇത് എന്ത് തരത്തിലാണ് ഡിഫൈൻ ചെയ്യുന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ്? ഒന്നുമില്ല, തൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഡെഫിനേഷനാണ് കൊടുക്കുന്നത്. ഇത് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഹിന്ദു രാഷ്ട്രത്തിൻ്റെ മണ്ണ് ഇതാണ്, സിന്ധു മുതൽ സിന്ധു വരെ. രണ്ടാമത്, ആരൊക്കെയാണ് ഇവിടെ വസിക്കേണ്ടത്, ആരൊക്കെയാണ് ഇവിടെ വസിക്കേണ്ടത് എന്നതിനും 2 കണ്ടീഷൻ വെക്കുകയാണ്. ഒന്ന്, ഈ സ്ഥലം, ഈ പറഞ്ഞ സിന്ധു മുതൽ സിന്ധു വരെയുള്ള ആ ഭാഗത്ത് എവിടെയെങ്കിലും ജനിച്ച ഒരാളായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് പൗരത്വം കിട്ടണമെങ്കിൽ, സവർക്കറുടെ സൂചന പ്രകാരം പൗരത്വം കിട്ടണമെങ്കിൽ ഞാൻ ഈ പ്രദേശത്ത് സിന്ധു മുതൽ സിന്ധു വരെയുള്ള ഈ മണ്ണിൽ എവിടെയെങ്കിലും ജനിച്ചതായിരിക്കണം. എന്ന് പറഞ്ഞാൽ എൻ്റെ പിതൃരാഷ്ട്രം ഇതായിരിക്കണം. ഫാദർലാൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് കുഴപ്പമില്ല, ലോകത്തെല്ലായിടത്തും അന്ന് അങ്ങനെ തന്നെയുള്ള ഒരു കൺസെപ്റ്റാണ് നിലനിന്നിരുന്നത്. പൗരത്വത്തിനെ സംബന്ധിച്ച അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഫാദർലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ മദർലാൻഡ്, ഏത് തരത്തിലും വിശേഷിപ്പിക്കാം. അത് അന്നത്തെ ഈ പറഞ്ഞ വഴി അന്നത്തെ പുരുഷത്വ രീതി അനുസരിച്ചിട്ട് ഫാദർലാൻഡ് എന്നാണ് പറഞ്ഞത്. രാഷ്ട്രം പുരുഷനാണെന്നാണ് അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഫാദർലാൻഡ് അതായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷനാണ് സവർക്കർ കൊണ്ടുവരുന്നത്, പുണ്യഭൂമിയായിരിക്കണം. ഇത് ഒരിത്തിരി പെശകുള്ള കണ്ടീഷനാണ്. എന്താ പെശക്? ഇപ്പോൾ എൻ്റെ ഒപ്പം ജനിച്ച ഒരു മുസ്ലിം ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഒപ്പം ജനിച്ച ഒരു മുസ്ലിം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം പിതൃഭൂമിയാണ് 2 പേർക്കും. എൻ്റെ അച്ഛനും പിതൃഭൂമിയാണ്, ഈ അച്ഛൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അഹമ്മദിനും ഇത് പിതൃഭൂമിയാണ്. പക്ഷേ അഹമ്മദിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പുണ്യഭൂമി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അഹമ്മദ് പറയും അത് മെക്കയാണ് അല്ലെങ്കിൽ മദീനയാണ് എന്ന് പറഞ്ഞാൽ അഹമ്മദിന് പൗരത്വം ഇല്ല, എൻ്റെ അച്ഛന് പൗരത്വം കിട്ടും. ഇതാണ് വെക്കുന്നത്. ഇതിൽ മുസ്ലിം വിരോധം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. എന്താ കുഴപ്പം തോന്നും? പുണ്യഭൂമി ആയിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ക്രിസ്ത്യാനിക്ക് വസിക്കാൻ പറ്റുമോ? എത്ര തലമുറയായിട്ട് ഇവിടെ കഴിഞ്ഞ ഒരു ക്രിസ്ത്യൻ കുടുംബം ഉണ്ടെന്ന് വിചാരിക്കാം.
അതിൽ ഏറ്റവും ഇളയ അംഗത്തെ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങളുടെ പുണ്യഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് വത്തിക്കാനാണ്, അല്ലെങ്കിൽ ബത്ലഹേമാണ്, യെരുശലേമാണെന്ന് പറഞ്ഞാൽ പൗരത്തിൽ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തത്വം അനുസരിച്ച്, സവർക്കറുടെ തത്വം അനുസരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് വസിക്കാം, സിഖുകാർക്ക് വേണമെങ്കിൽ വസിക്കാം. ഇങ്ങനെ ഹിന്ദുക്കൾക്ക് പുറത്ത് കുറച്ചൊരു ന്യൂനപക്ഷത്തിന് മാത്രം വസിക്കാൻ കഴിയുന്ന ഒരിടമായിട്ട് ഇന്ത്യ മാറും. ബാക്കി എല്ലാവരും പുറത്തുള്ളൂ. അപ്പൊ ഇതാണ് ഭരണഘടന. സവർക്കർ ഇത് നിർവചിക്കുമ്പോൾ വെറുതെ പറയല്ല, ഒരു സംസ്കൃത ശ്ലോകം വഴിയാണ് പറയുന്നത്. ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവ സാവൈ ഹിന്ദു ഋതുസ്മൃത. ഇതിപ്പോ ഈ ശ്ലോകം കൊണ്ട് നമ്മൾ എവിടെങ്കിലും ചൊല്ലിയാൽ പറയുന്നത് ശരിയാന്ന് പറയും. അങ്ങനെയല്ലേ പറഞ്ഞത്? ശരിയല്ലേ? കാരണം സംസ്കൃത ശ്ലോക. ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക. സിന്ധു മുതൽ സിന്ധു വരെയാണ് ഭാരത ഭൂമിക. പിതൃഭൂ പുണ്യഭൂ ശൈവ സാവൈ ഹിന്ദു ഋതുസ്മൃത. ഇത് പുണ്യഭൂമി ആയിരിക്കണം, പിതൃഭൂമി ആയിരിക്കണം. ഇത് സംസ്കൃതത്തിൽ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വലിയ പഴക്കമുള്ളതാണ്, ഏതോ വൈദിക ഗ്രന്ഥത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനൊരു സംഗതി പണ്ടുണ്ടായിരുന്നു. ഇത് സവർക്കർ ഉണ്ടാക്കിയതാണ്, സവർക്കർ എഴുതി വെച്ചതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ പൗരത്വ ബില്ലിന്റെയും പൗരത്വത്തിന്റെയും രാഷ്ട്രസങ്കല്പത്തിന്റെയും കാതൽ എന്ന് പറയുന്നത്. ഇതുമ്മലാണ് ഇപ്പൊ കെട്ടിപ്പൊക്കുന്നത്. ഇനി വേറൊരു കാര്യം നമുക്ക് ചോദിക്കാം. ഈ പറയുന്ന പൗരത്വ സങ്കല്പം നമുക്ക് ഇന്ന് ലോകത്തുള്ള ഏതെങ്കിലും രാഷ്ട്രത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പാകിസ്ഥാനിൽ പറ്റുമോ? ഇപ്പൊ പാകിസ്ഥാൻ ഇസ്ലാം രാഷ്ട്രമാണ്, അവിടെ മുസ്ലിങ്ങൾ തന്നെയാണ്. അവിടെ ഈ തത്വം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ മുസ്ലിമിന് പൗരത്വം കിട്ടുമോ? ഇല്ല. കാരണം എന്താ? അവിടെ വസിക്കുന്ന മുസ്ലിമിന്റെയും പുണ്യഭൂമി മെക്കയിലാണ്, മദീനയിലാണ്. കൊടുക്കാൻ പറ്റുമോ? ഒരു യൂറോപ്യൻ ക്രിസ്ത്യൻ രാഷ്ട്രം എടുക്കുക, അവിടെ ചെന്നിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇതൊന്നും നമ്മുടെ തലയിൽ ഓടില്ല. നമ്മൾ ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂ ശൈവ യാവൈ ഹിന്ദു ഋതുസ്മൃത എന്ന് കേട്ടാൽ നമ്മൾ ഇതിലെന്തോ ശരിയുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭരണഘടനയെ നിഷ്ക്രിയമാക്കിക്കൊണ്ടുള്ള ഒരു മതദേശീയത ഉണ്ടാവുന്നു. 68 ഒരു പ്രഭാഷണത്തിൽ ജയപ്രകാശ് നാരായൺ പറയുന്നുണ്ട്, ഈ ഭൂരിപക്ഷ മതം എന്ന് വിളിക്കുന്ന ഏത് മതമായിക്കോട്ടെ, ഇപ്പം ഇന്ത്യയിൽ അത് ഹിന്ദുമതമാണ്, പാകിസ്ഥാനിലാണെങ്കിൽ ഇസ്ലാം ആയിരിക്കും, വേറൊരു സ്ഥലത്ത് ക്രിസ്ത്യാനി ആയിരിക്കും, വേറൊരു സ്ഥലത്ത് പാഴ്സി ആയിരിക്കും, ആയിക്കോട്ടെ. ഈ ഭൂരിപക്ഷ വർഗീയത ഉറച്ചു കഴിഞ്ഞാൽ, അത് ഫാസിസ്റ്റ് ആയി കഴിഞ്ഞാൽ, ആ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ അത് ദേശീയതയാണെന്ന് നമ്മൾ വിചാരിച്ചു കളയും. ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന ഒരു മതവർഗീയത ഫാസിസത്തിന്റെ രൂപം പ്രാപിക്കുമ്പോൾ അതാണ് ദേശീയത എന്ന് നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ കുടുംബത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരികയാണ്, ശരിയല്ലേ, മുഗളര് പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, ഇവിടുത്തെ ഹിന്ദു ജനതയെ തകർത്ത് കളഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കും ഒരു പെട്ടെന്ന് ഒറ്റ ഓട്ടത്തിൽ ശരിയാന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിനെ നമ്മൾ മറന്നിട്ട് ഇത് പെട്ടെന്ന് ശരിയാണെന്ന് വിചാരിച്ചു കളയും. നമ്മൾ ജീവിക്കുന്ന സ്ഥലം നമ്മൾ പറഞ്ഞു. നമ്മൾ വെറുതെ റോട്ടിൽ കൂടെ നടന്നാൽ ഇപ്പൊ വിവിധ ആരാധന ചെയ്യുന്ന ആളുകളെ കാണാം. കുറച്ചും കൂടി അപ്പുറം പോയ, കേരളത്തിന്റെ അതിർത്തി പോയ വേറെ ഭാഷ സംസാരിക്കുന്ന ആളെ കാണാം, അല്ലെങ്കിൽ വേറെ വേഷവിധാനം ധരിക്കുന്ന ആളെ കാണാം, വേറെ ഭക്ഷണ രീതിയുള്ള ആളെ കാണാം. ഈ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം എന്നുള്ളത്. ഈ മനുഷ്യർ തമ്മിലുള്ള കൂടിക്കുഴയലാണ്, ഈ മനുഷ്യർ തമ്മിലുള്ള ചേർന്ന് നിൽപ്പാണ് ഇന്ത്യയുടെ ശക്തി എന്നുള്ള കാര്യം നമ്മൾ മറന്നു കളയും. നമ്മൾ വിചാരിക്കും ഇത് ശരിയാണല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ആൾക്കാർ വിചാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാർ വിചാരിക്കും, നമ്മുടെ സുഹൃത്തുക്കൾ വിചാരിക്കും. ശരിയല്ല. ഭൂരിപക്ഷം ന്യൂനപക്ഷം. എന്താ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും? എന്നെപ്പോലെ ജനിച്ച, എന്നെപ്പോലെ തന്നെ ജീവിക്കുന്ന എൻ്റെ അയൽക്കാരൻ പോയാൽ എങ്ങനെയാണ് എന്നെ ഇന്ന് വ്യത്യസ്തമാവുന്നത്? ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത്, ഞങ്ങൾ ഒരേപോലെ ജോലിക്ക് പരീക്ഷ എഴുതി, കോയക്ക് ജോലി കിട്ടിയില്ല, ബിസിനസ്സുകാരനായി അവിടെ പണി ചെയ്തു വരുന്നു. ഒരേ ചരിത്രം. ടാക്സ് കൂട്ടിയാൽ ഞാനും കോയയും ഒന്നിച്ച് അടയ്ക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിയമം വന്നു കഴിഞ്ഞാൽ ഞാനും കോയയും ഒരേപോലെ അത് സഹിക്കണം. പക്ഷേ വന്ന് പറയുന്നു കോയ നമ്മുടെ ശത്രുവാണ്, നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾക്കാണ് ഈ രാജ്യത്ത് കൂടുതൽ, നിങ്ങൾക്ക് ആണ് നിങ്ങളുടെ അവകാശം,
അവർക്ക് അവകാശമില്ല. നാളെ പറയും കോയ വോട്ട് ചെയ്യാൻ പാടില്ല, മറ്റന്നാൾ പറയും കോയക്ക് ടാക്സ് കൂടുതൽ, എനിക്ക് ടാക്സ് കുറവ്. അല്ലേ? നമ്മൾ ഒരു ഓട്ടോറിക്ഷ കയറിയാൽ ഡ്രൈവറെ ജാതി അന്വേഷിച്ചാണോ കയറാറുള്ളത്? ഡ്രൈവറെ മതം ചോദിച്ചിട്ടാണോ നമ്മൾ കയറാറുള്ളത്? നമ്മളും ആ ഡ്രൈവറും തമ്മിലുള്ള ബന്ധം എന്താ? ഇന്ന സ്ഥലത്ത് നിങ്ങൾ കൊണ്ടാക്കി തരും, ഞാൻ അതിനുള്ള പൈസ തരും. അതാണ് അതിൽ അന്തർലീനമായിട്ടുള്ള ഒരു കരാറ്. അതിനപ്പുറം എന്ത് വന്നാലും നമ്മുടെ ജനജീവിതം തകരും. അതിനപ്പുറം എന്ത് വന്നാലും നമ്മൾ വിചാരിച്ചിട്ട് ഇപ്പോഴും കുറച്ചൊക്കെ നമ്മൾ ആസ്വദിക്കുന്ന നമ്മുടെ ജീവിത സ്ഥലി തകർന്നു പോകും. നമ്മൾ പല മട്ടില് പൊളിഞ്ഞില്ലാതാവും. നമ്മൾ കണ്ടിട്ടാണ്, വിഭജനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിഭജനത്തിൽ എത്രയോ മനുഷ്യരുടെ ജീവൻ പോയി, എത്രയോ മനുഷ്യരുടെ കഴുത്ത് ഛേദിക്കപ്പെട്ടു, എത്രയോ മനുഷ്യർക്ക് ആസ്തിവകകൾ നഷ്ടപ്പെട്ടു, എത്രയോ മനുഷ്യരുടെ ജീവിതം തകർന്നു പോയി. എന്തിനാ ഈ പറയുന്ന വിഭജനം നടന്നത്? ഒരു മതാധിഷ്ഠിത രാജ്യം ഉണ്ടായ റിസൾട്ടാണ്. അത് വീണ്ടും നമ്മൾ ഉണ്ടാക്കണോ? നമ്മൾ ഉണ്ടാക്കേണ്ടതില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ പറ്റുന്ന, ഇവിടെ നവോത്ഥാനം വന്നു, നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ മുൻതലമുറ ജീവിച്ചതിനേക്കാൾ അല്പം കൂടി മെച്ചപ്പെട്ട ജീവിതം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കടമ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നാലെ വരുന്ന ഒരു തലമുറയ്ക്ക് അതിനേക്കാളും ബെറ്ററായിട്ടുള്ള, അതിനേക്കാളും നല്ലതായിട്ടുള്ള ഒരു ജീവിതം കൊടുക്കുക എന്നുള്ളതാണ്. ആ ജീവിതം നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഈ മുനമ്പിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ ഇന്ത്യ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്താണ് നമ്മൾ കാണുന്നത്? ഒരു മൂന്നാംകിട സിനിമയുടെ ഒരു സെറ്റ് പോലെ ഒരു സ്ഥലം നിർമ്മിച്ചിട്ട് അവിടെ അത് ആരാധനാലയത്തിൻ്റെ ഉദ്ഘാടനമാണെന്ന് പറയുക, അത് നിർവഹിക്കാൻ ഒരു പ്രധാനമന്ത്രി പുരോഹിത രൂപത്തിൽ അവതരിക്കുക. ഇത് നമ്മുടെ മുമ്പിൽ കാണുക. നമ്മൾ കണ്ടിട്ടുണ്ട് 47 ആഗസ്റ്റ് 15 ഈ പതാക ഉയരുമ്പോൾ, ഇന്ത്യ പിറവി എടുത്തപ്പോൾ ഗാന്ധി കൽക്കട്ടയില് ആളുകൾ തമ്മിൽ തല്ലിച്ച് ഈ ഹിന്ദു മഹാസഭയും ജിന്നയുടെ മുസ്ലിം ലീഗും കൂടി കൂട്ടിയിടിച്ച് ആൾക്കാരുടെ ചോരങ്ങനെ തെരുവിൽ ഒഴുകുമ്പോൾ അരുതെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. ബീഗം മുംതാസ് സലാം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ. പട്യാലയിൽ ജനിച്ച സ്ത്രീയാ, പഞ്ചാബിൽ ജനിച്ച സ്ത്രീയാ. അവർ ഈ ഇന്ത്യയിലെ വീതി മുഴുവൻ കടന്നിട്ട് നവഖലിയിൽ തമ്മിൽ തല്ലുന്ന മനുഷ്യർക്കിടയിൽ ചെന്നിരുന്ന് 25 ദിവസം നിരാഹാരമായിരുന്നു. ഗാന്ധി പറഞ്ഞു, ഞാനല്ല മഹാത്മാവ്, ഇവരാണ്. ഗാന്ധിയാണ് അത് നിരാഹാരം അവസാനിപ്പിക്കുന്നത്, നാരങ്ങ നീര് കൊടുത്തിട്ട് നിരാഹാരം അവസാനിപ്പിക്കുന്നത്. എന്തിനാ അവർ ചെയ്തത്? അവരുടെ വീട് അവിടെയല്ലല്ലോ, അവരുടെ ജനത അവിടെയല്ലല്ലോ, അവർക്ക് അവർ ആ ഭാഷക്കാരിയല്ല. എന്തിനാണത് ഉണ്ടാക്കിയത്? അങ്ങനെ ഉണ്ടായ ഇന്ത്യയാണ്. അങ്ങനെയാണ് ഇന്ത്യ ഉണ്ടായത്. നമ്മൾ ഒക്കെ വിചാരിക്കുന്ന പോലെ അത് ഈ പാഠപുസ്തകത്തിൽ വായിക്കുന്ന പോലെ 4-5 വാചകങ്ങളിലല്ല ഇന്ത്യ ഉണ്ടായത്. ഇന്ത്യ ഉണ്ടായത് ഇങ്ങനെ പരസ്പരം ഈ ഹിന്ദു ഫാസിസ്റ്റുകളുടെ ഒരു വലിയ ഇടപെടലുകൾ മൂലം കീറി പറഞ്ഞു പോകേണ്ട ഒരു സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന നേതാക്കൾ തുന്നിക്കുത്തിയാണ് ഈ ഇന്ത്യ ഉണ്ടാക്കിയത്. അങ്ങനെ ആണ് ഇന്ത്യയുടെ മതേതരത്വം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഈ ഡെമോക്രസി എന്ന് പറയുന്ന ആശയം വരുന്നത്. അങ്ങനെയാണ് സോഷ്യലിസം എന്ന് പറയുന്ന ആശയം പൂർണ്ണമായിട്ടൊന്നും നടപ്പാക്കിയിട്ടില്ലെങ്കിലും അത് എന്തെങ്കിലും വോട്ടിന്റെ കാര്യത്തെങ്കിലും എൻ്റെ വോട്ടിനും രാജാവിൻ്റെ വോട്ടിനും ഒരു വിലയാണെന്നുള്ള തരത്തിൽ ഇന്ത്യ ചരിത്രം മാറുന്നത്. ഇതിനെയാണ് തകർക്കാൻ പോകുന്നത്. ഇതിനെ തകർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെരി എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യരുടെ. അത് നിലനിൽപ്പ് എന്ന് പറയുന്ന, ആത്യന്തികമായ നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനെ തകർക്കുന്ന ഒരു രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു ഫാസിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ പ്രശ്നമേ അല്ല, അതൊരു രാഷ്ട്രീയ പദ്ധതിയാണ്. മതങ്ങൾ ഇന്ത്യയിൽ പലതും ഉണ്ട്. ഇപ്പൊ ഹിന്ദുയിസം അല്ല ഹിന്ദുത്വ, ഇതുപോലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരിക. ഹിന്ദുത്വ ഈസ് എ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട വിശ്വാസികളുടെ പുറത്തുണ്ടാക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണമാണ്. ആ ഫാസിസ്റ്റ് ഭരണം ആത്യന്തികമായിട്ട് ചെയ്യാന്ന് പറയുന്നത് ഇന്ത്യ എന്ന സങ്കല്പത്തെ, ഇന്ത്യ എന്ന ആശയത്തെ, ഇന്ത്യ എന്ന് പറയുന്ന ജീവിതത്തിന്റെ മനോഹാരിതയെ തകർത്ത് കളയുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ മുക്തമായി അവബോധത്തെ മാറ്റുക എന്നുള്ളതാണ്. ജനതയുടെ കോമൺ സെൻസിൽ ഇത് അടിഞ്ഞുകൂടുമ്പോൾ മാറ്റുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കുടുംബത്തിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കാണുന്നത് ഔറംഗസീബ് തൻ്റെ അവസാന കാലത്ത് ശിവജിയോട് മാപ്പ് പറയാൻ ആഗ്രഹിച്ചിരുന്നു. ഇതാണ് അതിൻ്റെ രത്ന ചുരുക്കം.
എന്ന് പറഞ്ഞാൽ ഔറംഗസീബ് മുസ്ലിമാണ്, ശിവജി ഹിന്ദു രാജാവാണ്. ഔറംഗസീബ് അവസാന കാലത്ത് മനസ്സിലാക്കി ഞാൻ ഇയാളോട് യുദ്ധം ചെയ്യാൻ പോയത് തെറ്റായി. അപ്പം ശിവജിയെ വിളിച്ചു പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞു എന്നോ മാപ്പ് ചോദിച്ചു എന്നൊക്കെ പറയുന്ന മെസ്സേജാണ്. ശിവജി മരിച്ചിട്ട് 26 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഔറംഗസീബ് മരിച്ചത്. ഔറംഗസീബ് മരിക്കുമ്പോൾ ശിവജി മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് 2 പതിറ്റാണ്ടുകൾക്കപ്പുറം കഴിഞ്ഞു. എന്നിട്ട് ഈ മെസ്സേജ് നമ്മുടെ മുന്നിൽ വരിക. ഈ മെസ്സേജ് മുന്നിൽ വരുമ്പോൾ നമ്മൾ ഇത് ആർക്കും നോക്കാം, പക്ഷെ നോക്കാൻ പോവില്ല. പകരം നമ്മൾ ഇത് വിശ്വസിച്ചിട്ട് ശരിയാണല്ലോ ഈ പറയുന്ന പുറത്തുനിന്ന് വന്ന അക്രമകാരികൾ ഹിന്ദുക്കളുടെ തകർത്ത കഥയാണ് ഇന്ത്യൻ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഈ മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു ദേശീയത കിനിഞ്ഞിറങ്ങിയാലുള്ള പ്രശ്നം. ഇത് കിനിഞ്ഞിറങ്ങിയാൽ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യർ പരവിശ്വസിച്ചു കൊടുക്കും, അല്ലേ? അതിൻ്റെ ഒപ്പം നമുക്കൊക്കെ എങ്ങനെയാണ് നമ്മളൊക്കെ ഈ കോമൺ സെൻസ് പൊതുവിറ്റാനൊക്കെ അല്ലെങ്കിൽ പൊതുബോധം ഉണ്ടാവുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടും. ജനിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കിട്ടും. പിന്നെ പുറത്ത് നമുക്ക് മുതിർന്ന് നമ്മളെ സ്വന്തം നില പ്രവർത്തിക്കാറാകുമ്പോൾ നമ്മുടെ ഒരു പ്രവർത്തന പരിചയം കൊണ്ട് കിട്ടും. ഇതെല്ലായിടവും കറപ്ഷൻ നടക്കുകയാണ്. വീട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പറയുന്ന ഒരു മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കൂളിലെ പാഠപുസ്തകങ്ങൾ മുഴുവൻ ഈ നുണ കൊണ്ട് നിറയ്ക്കുന്നു. ഇതിന് പുറത്ത് ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റ് സംഘടനകൾ കൂടിയിട്ട് ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ എത്തിക്കുന്നില്ല, നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ എത്തുന്നില്ല, നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടി എന്നുള്ള ചരിത്രത്തിൽ നമ്മൾ എത്തുന്നില്ല. ഇത്രയും ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഇതിനെതിരെ സമരം ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലും വലിയ സമരം ഇന്ത്യയിലെ ജനങ്ങൾ നയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മളിപ്പോൾ ഓർക്കണം. വലിയ സ്ട്രഗിൾ നടത്തിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് പല തലമുണ്ട്. അത് തെരുവിലെ സ്ട്രഗിൾ ഉണ്ട്, ഇൻ്റലക്ച്വൽ സ്ട്രഗിൾ ഉണ്ട്, സംവാദങ്ങളുടേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്. ഈ പാരമ്പര്യത്തിൽ കൂടെ മാത്രം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദുത്വ അവബോധത്തെ നമ്മുടെ തലച്ചോറിൽ നിന്നും ചുറ്റുമുള്ളവരുടെ തലച്ചോറിൽ നിന്നും വകഞ്ഞു മാറ്റുക എന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.